നമസ്കാരം. നമ്മൾ ഈ ഇന്നത്തെ പരിപാടിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എല്ലാ മൊബൈൽ ഫോണും ഒന്നുകിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ അത് സൈലന്റ് മോഡിലിടുക. റെഡി ആയില്ലേ? നമുക്ക് തുടങ്ങിയില്ലേ നമുക്ക് പരിപാടി? വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. പ്രോഗ്രസ് ത്രൂ എഡ്യൂക്കേഷൻ നമ്മളതിനെ വികലമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താണ്. കാരണം ഈ പ്രബുദ്ധത എന്നുള്ള വാക്കിന് ശരിയായിട്ടുള്ളൊരു ഇംഗ്ലീഷ് ടേം എൻലൈറ്റൻമെന്റ് എന്നൊക്കെ പറയാം. പക്ഷെ എന്നാലും അതിൽ ആ പ്രോഗ്രസ് എന്നുള്ള പോർഷൻ വരുന്നില്ല. ആ ഒരു ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. നമ്മൾ ഈ യാത്ര തുടങ്ങിയത് വലിയ ആൾക്കാർക്കായിട്ടുള്ള ഒരു എംപവർമെന്റ് പ്രോഗ്രാമായിട്ടാണ് തുടങ്ങിയത്. അതിലെ വിജയം ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു മാസം നീണ്ടുനിന്ന ഫ്ലോ എന്ന പ്രോഗ്രാം, ഫ്യൂച്ചർ ലീഡേഴ്സ് ഓറിയന്റേഷൻ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഒരു 10 തൊട്ട് 16 വയസ്സുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മൾ നടത്തി. അതും ഒരു 20-ന് താഴെ കുട്ടികൾ പങ്കെടുത്തു. എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഈ ഒരു അറിവ് പങ്കിടുന്ന വേദിയിലേക്ക് എത്തി നിൽക്കുകയാണ്. അറിവെന്ന് പറയുന്നത്, അറിവിനൊരു പ്രത്യേകതയുണ്ട്. അതൊരു തിരിനാളം പോലെ. അതൊരു തിരിയിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തിരികൾ കൊളുത്താം. ഈ തിരി അണഞ്ഞു പോയാലും അതിൽ നിന്ന് പ്രകാശം പരത്തിക്കൊണ്ട് അതിൽ നിന്ന് 100 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഗുരു അതിന് എത്രയോ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം കത്തിച്ച് വിട്ട ആ തിരി ഇപ്പോഴും അണയാതെ എല്ലാവരുടെ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം നമുക്കറിയാം. അപ്പോൾ അറിവ് എപ്പോഴും അത് പങ്കുവെക്കാനുള്ള, അത് നമ്മുടെ മനസ്സിൽ നമ്മൾ പല 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 മേഖലകളിലും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുടെ ഉണ്ട്. നമ്മുടെ ഉള്ളിൽ അത് ഇരുന്നുകൊണ്ട് ഒരു കാര്യമില്ല. അതെപ്പോഴും പങ്കുവെക്കുമ്പോൾ അത് ഇരട്ടിയായി, അതിൻ്റെ 10 ഇരട്ടിയായി, അങ്ങനെ അത് എല്ലാവർക്കും ലഭിച്ചുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഈ നമ്മുടെ മനുഷ്യരാശിയുടെ ചരിത്രം തന്നെ എടുത്താൽ ആദ്യം തൊട്ടുള്ള അറിവുകളുടെ അതിങ്ങനെ നമുക്കിങ്ങനെ തലമുറകളായിട്ട് പകർന്നു തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലിങ്ങനെ ഒരു കണ്ടിന്യൂസ് ഒരു ഫ്ലോ ആണ്, ഒരു പ്രവാഹമാണ്. അപ്പം ഇന്ന് നമുക്ക് ഈ ഒരു വേദിയിൽ അറിവ് പകരാനായിട്ട് തയ്യാറായിട്ടുള്ള 3 പേരാണുള്ളത്. അഡ്വക്കേറ്റ് പ്രസാദ്, അഡ്വക്കേറ്റ് നിഷ, ഡോക്ടർ സീതു. അവര് നമുക്ക് വേണ്ടിയിട്ട് 2 വിഷയങ്ങളാണ് മെയിനായിട്ട് അവതരിപ്പിക്കുക. ഒന്ന് നിയമം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ പരസ്പര ബഹുമാനത്തോടും പരസ്പര സ്നേഹത്തോടും കൂടിയിട്ട് ജീവിച്ചു പോകാൻ, കലഹങ്ങളൊന്നും ഇല്ലാണ്ട് പീസ്ഫുള്ളായിട്ട് ജീവിച്ചു പോകാൻ ഉള്ള എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാതിരിക്കാം എന്നുള്ള ഡൂസ് ആൻഡ് ഡോൺസ്. അതാണ് ബേസിക്കലി നിയമം. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതിനെപ്പറ്റി കൂടുതൽ നിയമം അറിയുന്ന 2 പേരും ഇവിടെ ഒന്ന് പ്രസംഗിക്കും. എൻ്റെ അറിവിൽ ഞാൻ പറഞ്ഞു മാത്രം. അപ്പം ഈ നിയമങ്ങൾ പല സമയത്തും ഇപ്പം നമ്മൾ ഈ ആധുനിക ലോകം എടുത്തു കഴിഞ്ഞാൽ നിയമങ്ങൾ അധിഷ്ഠിതമായിരിക്കണം ഒരു പ്രധാനമായിട്ടുള്ള മൂല്യം സമത്വമാണ്. അപ്പം 100 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന നമ്മുടെ ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ച ഏറ്റവും വലിയ മൂല്യം സമത്വം എന്നുള്ളതാണ്. ജാതിഭേദം, മതദ്വേഷം, വർണ്ണദ്വേഷം ഇല്ലാതെ, യാതൊരു വിധത്തിലുള്ള സ്ത്രീ പുരുഷ ലിംഗഭേദങ്ങൾ ഇതൊന്നുമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ സമന്മാരായിട്ട് ഉള്ള ആ ഒരു മൂല്യത്തിൽ അധിഷ്ഠിതമാണ് ഇന്നത്തെ ആധുനിക ലോകത്തിലുള്ള എല്ലാ നിയമ സംഹിതകളും. ഏത് രാജ്യത്തിന്റെ നിയമങ്ങൾ എടുത്താലും അതിനാണ് പ്രധാന ഊന്നൽ തന്നിരിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് ഈ ഗുരുദേവ ചിന്തകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈ നിയമത്തിന്റെ പ്രാധാന്യം അതാണ്.
അപ്പൊ അത് ആ ഒരു സെഷൻ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് വക്കീൽമാരുണ്ട്, അഡ്വക്കേറ്റ് പ്രസാദും അഡ്വക്കേറ്റ് ജിഷയുണ്ട്. അവർ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്ന എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്ക് ഇവിടുത്തെ ഒമാനിലെ തൊഴിൽ നിയമങ്ങളായാലും ബിസിനസ് നടത്താനുള്ള നിയമങ്ങളായാലും അതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചോദ്യോത്തര വേളയുണ്ട്, അതിനകത്ത് സംശയങ്ങൾ തീർക്കുകയും ചെയ്യാം. പിന്നെ രണ്ടാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അത് കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള സബ്ജക്റ്റാണ്, മാനസികാരോഗ്യം. അതിവിടെ അവതരിപ്പിക്കുന്നത് ഡോക്ടർ സീതു ആണ്. PhD ഹോൾഡറാണ്, ഡോക്ടറേറ്റ് ഉള്ളതാണ് സൈക്കാട്രിയിൽ. ഇന്ത്യൻ സ്കൂളിൽ അവിടുത്തെ സൈക്കാട്രിക് സെല്ലിൽ വർക്ക് ചെയ്യുന്നു. മാനസിക ആരോഗ്യത്തെ പറ്റി എനിക്കുള്ള അല്പം ആയിട്ടുള്ള വിവരണം പറയാം. നമ്മള് ഈ ഒരു കാലത്ത് ഈ നാരായണ ഗുരുവൊക്കെ ജീവിച്ചിരുന്ന സമയത്ത് ഈ നമ്മളുടെ സമൂഹത്തിലെ നിലനിന്ന പലതരത്തിലുള്ള ആചാരങ്ങളും അസംബന്ധങ്ങളൊക്കെ കണ്ടിട്ട് വിവേകാനന്ദ സ്വാമികൾ 1892 വിവേകാനന്ദ സ്വാമികൾ കേരളത്തിൽ വന്നിട്ട് കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനത്തിന് ശേഷം അദ്ദേഹം തിരിച്ച് ട്രാവൽ ചെയ്യുന്ന സമയത്ത് മൈസൂർ രാജ്യത്ത് കുറച്ച് നാൾ തങ്ങി. ആ സമയത്ത് ഡോക്ടർ പത്മനാഭൻ പൽപ്പു എന്ന വിശ്വകരനെ അവിടെ വെച്ച് മീറ്റ് ചെയ്ത് അദ്ദേഹം വളരെ ഒരു ഓർഗനൈസറായിരുന്നു ഡോക്ടർ പൽപ്പു. പിന്നെ നമുക്കറിയാം ഡോക്ടർ പൽപ്പു എന്ന് വെച്ചിട്ട്. അപ്പൊ അദ്ദേഹമായിട്ട് ദീർഘനേരം സംസാരിച്ചു. അപ്പൊ ആ സമയത്ത് അവരെത്തിയൊരു തീരുമാനമാണ്, ഈ കേരളം ഭ്രാന്താലയമാണെന്ന് പ്രഖ്യാപിച്ച ഈ ഭ്രാന്ത് സമൂഹത്തിലാണ്, സമൂഹത്തിലെ ഓരോ മനുഷ്യന്റെ മനസ്സിലാണ് ഈ ഭ്രാന്തുള്ളത്. അത് മാറ്റാൻ ശരിക്കും പറഞ്ഞൊരു സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് തന്നെയാണ് വേണ്ടത്. അപ്പൊ ആ ഒരു സൈക്യാട്രിക് ട്രീറ്റ്മെന്റിന് നമ്മൾ മുന്നിൽ നിർത്തേണ്ടത് ആധ്യാത്മിക ചൈതന്യമുള്ള ആരെങ്കിലും മുന്നിൽ നിർത്തിയാലേ അത് സാധ്യമാവൂ എന്ന് ഈ ഡോക്ടർ പൽപ്പുവും വിവേകാനന്ദ സ്വാമികളും തമ്മിലുള്ള സംഭാഷണ മധ്യേ അവരതിനെപ്പറ്റി ഇത് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നടന്ന ചരിത്രം നമുക്കറിയാം. സത്യം പറഞ്ഞാൽ ഗുരുദേവന്റെ പല രീതിയിലുള്ള മുഖങ്ങളുണ്ട്. അതിലൊരു മുഖമാണ് ഈ സൈക്യാട്രിസ്റ്റ് എന്നുള്ള മുഖം. ഈ ഭ്രാന്താലയമായിരുന്ന കേരളത്തിനെ ചികിത്സിച്ച് ഒരു 30 പതിറ്റാണ്ട് കാലങ്ങൾക്ക് ഉള്ളിൽ അതിനെ ചികിത്സിച്ച് ഭേദമാക്കിയെന്ന് തന്നെ പറയാം. നമ്മളിന്ന് കേരളത്തിൽ കാണുന്ന സമത്വവും സ്വാതന്ത്ര്യവും ഒക്കെ അതിൻ്റെ സമൂഹത്തിൽ കാണുന്ന സമത്വത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ ഒരു നല്ലൊരു പങ്ക് നാരായണ ഗുരുവിൻ്റെ ചിന്തകളും ഈ ചികിത്സയും കൊണ്ടുണ്ടായിട്ടുള്ളതാണ്. ഞാനങ്ങനെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് ഈ സൈക്യാട്രി എന്നുള്ള സബ്ജക്റ്റും ഈ നാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളും ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് കൊണ്ടുപോകാവുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇപ്പം നമ്മൾ ജീവിക്കുന്ന ലോകത്ത് തൊഴിൽ രംഗത്തായാലും ഇപ്പം പുതിയ ജനറേഷനായിട്ടുള്ള നമ്മുടെ ജനറേഷൻ ഗ്യാപ്പൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സ്ട്രെയിനസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കൂടെ നമുക്ക് കാണുന്നത്. അതിന് കാരണം ഈ ടെക്നോളജിയുടെ ഒരു വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്സിലറേഷനാണ്. ടെക്നോളജി എന്ന് പറയുമ്പോൾ നമ്മൾ സയൻസിന്റെ ഒരു പുരോഗതി നോക്കുകയാണെങ്കിൽ നമ്മൾ മനുഷ്യ രാശി ഉണ്ടായിട്ട് ഇപ്പോൾ ഹോമോസാപ്പിയൻസ് ഉണ്ടായിട്ടൊരു 3 ലക്ഷം വർഷം മുമ്പ് അല്ലെങ്കിൽ 5 ലക്ഷം വർഷം അതിനിടയ്ക്കുള്ള സമയത്താണ് ഈ മനുഷ്യന് ഹോമോസാപ്പിയൻസിനുള്ള ഇതുണ്ടാകുന്നത്. അതിന് മുമ്പ് ഉണ്ടായിരുന്നു ചിമ്പാൻസിക്കും ഹോമോസാപ്പിയൻസിനും ഇടയ്ക്കുള്ള ഒരു വർഗം. അത് 60 ലക്ഷം 6 മില്യൺ ഇയേഴ്സ് മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഹോമോസാപ്പിയൻസ് ഉണ്ടാകുന്നത് ഏകദേശം 5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. അതിനുശേഷം ഒരു സമൂഹമായിട്ട് മനുഷ്യരുടെ സമൂഹമായിട്ട് എന്തെങ്കിലും ഒരു ശാസ്ത്ര പുരോഗതി ഈ 5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ വെറും ഭക്ഷണം കഴിക്കാൻ തോന്നുമ്പോൾ ഏതെങ്കിലും മൃഗത്തിനെ ഒന്ന് ഭക്ഷിക്കും, അല്ലെങ്കിൽ ഒരു മരത്തിന്റെ മുകളിൽ ഒരു പഴം ഉരിഞ്ഞ് തിന്നും. അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു, തികച്ചും മൃഗതുല്യമായിട്ടുള്ള ജീവിതമായിരുന്നു. അതിനുശേഷം ഒരു സമൂഹമായിട്ട് ജീവിക്കാൻ തുടങ്ങിയത് ഏകദേശം ഒരു 60,000 വർഷങ്ങൾക്ക് മുമ്പാണ്.
ഒരു ശാസ്ത്രത്തിന്റെ പുരോഗതി, അത് കൃഷി എന്താണെന്ന് പഠിച്ചു. ഭക്ഷണം സമയം നിശ്ചയിക്കാൻ പറ്റും. അപ്പോൾ കൃഷിയുടെ ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഭക്ഷണത്തിലുള്ളത് സാധനങ്ങൾ കിട്ടും. അതുപോലെ തീ കൺട്രോൾഡായിട്ട് ഉപയോഗിക്കും. തീ പണ്ടേ ഉണ്ടായിരുന്നു, പക്ഷേ തീ കൺട്രോൾഡായിട്ട് ഭക്ഷണം പാചകം ചെയ്യാനൊക്കെ അതൊക്കെ ഒരു 60,000 വർഷങ്ങൾക്ക് മുമ്പാണ് അത് തുടങ്ങിയത്. അതിനുശേഷം ഒരു 1-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം, ഒരു 58,000 വർഷം എടുക്കുകയാണെങ്കിൽ ആ സമയത്ത് സയൻസിന്റെ പുരോഗതിന് ഒരു യൂണിറ്റ് ആയിട്ട് എടുത്താൽ അതിനൊരു യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഒരു പുരോഗതി, ആ പുരോഗതിയുടെ ഇരട്ടിയാണ് പിന്നത്തെ 1500 വർഷത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് 1-ാം നൂറ്റാണ്ട് തൊട്ട് ഒരു 15-ാം നൂറ്റാണ്ട് വരെയുള്ള സമയത്ത് ഈ 1500 വർഷം ഉണ്ടായിട്ടുള്ള പുരോഗതി ഈ 58,000 വർഷങ്ങളിൽ ഉണ്ടായ പുരോഗതിയുടെ ഇരട്ടിയാണ്. അപ്പോൾ നമ്മുടെ സയൻസിന്റെ പുരോഗതിയുടെ ഒരു ആക്സിലറേഷൻ നോക്കി എത്ര ഫാസ്റ്റ് ആയിട്ടാണ് സയൻസ് മൂവ് ചെയ്യുന്നത്. ഇനി ഈ 16-ാം നൂറ്റാണ്ട് തൊട്ട് ഒരു 18-ാം നൂറ്റാണ്ട് ഒരു 200 വർഷത്തെ കാലയളവിൽ ഈ സയൻസിന്റെ പുരോഗതി 4 ഇരട്ടിയായിട്ട് വർദ്ധിക്കുകയാണ്. പല കണ്ടുപിടുത്തങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒരുപാട് കാര്യങ്ങൾ. ഇനി 18-ാം നൂറ്റാണ്ടിന് ശേഷം ഒരു മിഡ് ഓഫ് 19th സെഞ്ചുറി, ഒരു 1500 വർഷത്തെ സമയത്തിൽ ഈ 4 ഇരട്ടി എന്നുള്ള 8 ഇരട്ടി വേഗത്തിലാണ് സയൻസ് പുരോഗമിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ ഭയങ്കര ഇതായിട്ടുള്ള ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ആക്സിലറേഷനാണ് സയൻസിന്റെ ഗ്രോത്തിന്. ഇപ്പൊ നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു 32 ഇരട്ടിയൊക്കെ വേഗത്തിൽ പോകുന്ന ഒരു സയൻസിന്റെ ഇതിലാണ്. നമ്മുടെ ജനറേഷനിൽ ആലോചിച്ചു പറയാം. എന്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്കൊന്ന് ഞാൻ 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ പഠിക്കുന്നവരെ മണ്ണെണ്ണ വിളക്കിലാണ് ഞാൻ പഠിച്ചിരുന്നത്. അതും ഇപ്പോഴത്തെ ഒരു കാലഘട്ടമാകുമ്പോൾ നമ്മൾ എത്ര ക്വിക്കായിട്ടാണ് സയൻസ് പുരോഗമിച്ചു നോക്കും. പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒക്കെ എത്ര ഇതായിട്ട് പുരോഗമിക്കും. ഇപ്പോൾ ടെക്നോളജിക്കൽ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞൊരു പ്രതിഭാസത്തിനെ പോലും ആൾക്കാർ ചർച്ച ചെയ്ത് തുടങ്ങി. അതായത് ഹ്യൂമൻ ബ്രെയിനിനെ കടത്തി വെട്ടുന്ന രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കടന്നു പോകുന്നതിന്റെ പേടി പോലും വന്നു തുടങ്ങിയിട്ടുണ്ട്. അതും 2020-നും 2050-നും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അതായത് സ്വയം അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി, സ്വയം അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയുന്ന. അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള ചിന്തകളൊക്കെ വന്നു തുടങ്ങിയ ഒരു സമയമാണ്. അപ്പൊ നമുക്കറിയാം നമ്മളുടെ ജനറേഷനും നമ്മളുടെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനും തമ്മിലുള്ള ഒരു അന്തരം. ഇപ്പൊ എൻ്റെ ഒരു നെവ്യൂവിന്റെ മകൻ കൊച്ചുമാനുണ്ട്, 3-4 വയസ്സുള്ള കുട്ടിയാണ്. ആദ്യമൊക്കെ ഞാൻ അവരുടെ വീട്ടിൽ പോകുമ്പോൾ അവന് ടി വിയിൽ എന്തെങ്കിലും കാണണമെങ്കിൽ റിമോട്ട് എടുത്ത് ഞാൻ ഓൺ ചെയ്ത് കൊടുക്കണം അവന്റെ ചാനൽസ്. ഇപ്പൊ നമ്മൾ റിമോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ഓടി വന്നിട്ട് തട്ടിപ്പറിച്ചിട്ട് അപ്പോൾ അത് പറ്റില്ല, ഞാൻ തന്നെ ഇടാം. അവൻ തന്നെ ഇട്ട് 3 വയസ്സായിട്ടുള്ളൂ. ഒരമ്മയുടെ ഒക്കത്തിരുന്ന് മൊബൈൽ ഫോൺ നോക്കുന്ന കൊച്ചു കുട്ടികളെ നമുക്ക് കാണാം. അവരൊക്കെ നമ്മളെക്കാളും ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് പോയി. അത്രയും കൊച്ചു ജനറേഷൻ പോലും ഇത്ര അഡ്വാൻസ്. അപ്പൊ നമ്മളും ആ കൊച്ചു കുട്ടികളും തമ്മിൽ ജനറേഷൻ ഗ്യാപ്പ് വളരെ കൂടുതലാണ്. അത് തന്നെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട് സത്യം പറഞ്ഞത്. അവര് കുട്ടികളുടെ ഇടയിൽ ഈ അടുത്ത് US ഒരു സംഭവം ഉണ്ടായി. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ടീനേജ് പെൺകുട്ടിയുടെ രൂപമായിട്ട് ഡെയിലി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൗമാരപ്രായക്കാർ. അത് ചാറ്റ് ചെയ്ത് അതായത് ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആ പെൺകുട്ടി ആയിട്ട് പ്രണയത്തിലാവണം. കുറച്ച് നാളുകൾക്ക് ശേഷം ആ പയ്യൻ റിയലൈസ് ചെയ്യണം അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്, യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടി അല്ലാന്ന് ഒരു റിയലൈസേഷൻ അവന് വരികയാണ്. അവൻ സൂയിസൈഡ് ചെയ്തു. മാനസികമായിട്ട് സംഘർഷം. ഈ അടുത്ത ന്യൂസ് പേപ്പറിൽ വന്ന ഒരു ന്യൂസ്. അപ്പൊ ഇങ്ങനത്തെ മാനസിക സംഘർഷങ്ങൾ ഇപ്പൊ നമ്മള് ജോലി സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മളുടെ വളരെ ജൂനിയറുള്ള 10, 15, 20 വർഷം ജൂനിയറായിട്ടുള്ള ആൾക്കാർക്ക് നമ്മളെക്കാളും വളരെ മുൻപിലാണ് ഇൻഫർമേഷൻ ടെക്നോളജിയിലൊക്കെ. നമ്മളുടെ എക്സ്പീരിയൻസ് അവിടെ കൗണ്ട് ചെയ്തില്ല പലപ്പോഴും. അവർ ഭയങ്കര ക്വിക്കായിട്ട് ചെയ്തു അതിൻ്റെതായിട്ടുള്ള മാനസിക സംഘർഷങ്ങൾ. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ ഒരു ലോകത്താണ്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടാണ് ഇപ്പം നമുക്ക് അതിലേക്ക് ഒരു വെളിച്ചം വീശാനാണ് നമുക്കിന്ന് ഡോക്ടർ സീതു നമ്മളോടൊപ്പം ഉള്ളത് ആ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതില് നിങ്ങൾക്ക് സംശയങ്ങൾ ഒരുപാടുണ്ടാവും. അതൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആയിട്ട് എടുത്താൽ മതി.
ഹൈ ഫണ്ട് ഒരു ടെക്നിക്കൽ ഒന്നായിട്ട് കണക്കാക്കണ്ട. നമ്മളൊരു കുടുംബത്തിൽ നമ്മൾ അറിവ് പങ്കിക്കുന്നു. അപ്പം നിങ്ങളുടെ ചോദ്യോത്തരങ്ങളും വേളയുണ്ടാവും. ആ സമയത്ത് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർക്കുക. ഞാൻ ഈ അധികം വേറൊരു കാര്യം കൂടിയുള്ളത്, ഒരുപാട് ആസക്തികൾ കുട്ടികളിൽ മദ്യത്തിനോടുള്ളത്, ഇപ്പോഴത്തെ ഡ്രഗ്സിനോടുള്ള ആസക്തികൾ, അതൊക്കെ ഈ മെന്റൽ ഇഷ്യൂസിന്റെ ഭാഗമായിട്ട്, മാനസികാരോഗ്യത്തിന്റെ ഭാഗമായിട്ടുള്ള അതൊക്കെ അങ്ങനെയൊക്കെ ഇപ്പോൾ ഒരു കുട്ടി വീട്ടിൽ ഇത് ചെയ്യുന്നത് മാതാപിതാക്കൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവരോട് എങ്ങനെ റിയാക്ട് ചെയ്യണം, പല മാതാപിതാക്കൾക്ക് അറിയില്ല എങ്ങനെ റിയാക്ട് ചെയ്യണം. അതൊക്കെ നമുക്ക് ഡോക്ടറോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഞാൻ എൻ്റെ ഈ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഈ അടുത്ത സെഷൻ നിയമത്തിൻ്റെയാണ്. ആ നിയമത്തിൻ്റെ സെഷനിലേക്ക് ഞാൻ അഡ്വക്കേറ്റ് പ്രസാദിനെയും അഡ്വക്കേറ്റ് നിഷയെ ക്ഷണിച്ചോളൂ.